പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഗ്രഹകാലത്തിന്റെ രണ്ടാമത്തെ തിങ്കളാഴ്ചയായ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നു വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. അതിലൊരു വാക്യം നമ്മളിങ്ങനെ വായിക്കും: ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുന്നു, സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ താൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ സംസാരം കൊണ്ടറിയാം നമ്മൾ ഈ ഭൂമിക്ക് ചേർന്നവരാണോ സ്വർഗത്തിന് ചേർന്നവരാണോ എന്ന്. ഭൂമിയിൽ നിന്ന് ഉള്ളവന് പലതും അവൻ്റേതായി സംസാരിക്കാനുണ്ട് എന്നാണ് തിരുവചനം പറയുന്നത്. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഉള്ളവൻ, സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ, സ്വർഗത്തോട് ചേർന്ന് നിൽക്കുന്നവൻ ദൈവത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി മാത്രമുള്ളതാണ് അവൻ്റെ ജീവിതം. അവനൊന്നും അവൻ്റേതായി പറയാനില്ല. അവൻ്റെ ചിന്തകളോ അവൻ്റെ തോന്നലുകളോ അവൻ്റെ ബോധ്യങ്ങളോ അല്ല ഉള്ളത്. സ്വർഗം അവന് വെളിപ്പെടുത്തിയത് ആവർത്തിക്കുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവൻ തൻ്റെ ജീവിതത്തിൽ കാണുന്നത് മുഴുവൻ, കണ്ടത് മുഴുവൻ ദൈവത്തെയാണ്, ദൈവത്തിൻ്റെ ഇടപെടലുകളാണ്. സ്വർഗത്തിൽ നിന്ന് വരുന്ന ആളുകളെ പോലെ ജീവിക്കാനാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതും സ്വർഗത്തിൻ്റെ, ദൈവത്തിൻ്റെ ഇടപെടലുകളാണെന്നും ദൈവം നമ്മളോട് സംസാരിക്കുന്ന അവസരങ്ങളാണെന്നും നമുക്ക് തോന്നാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടതും. അതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുമ്പോൾ അത് നമ്മുടേതായി പോകുന്നു, ഭൂമിയുടേതായി പോകുന്നു, നമ്മുടെ തോന്നലുകളായി പോകുന്നു. ദൈവത്തിന് വേണ്ടി ജീവിതം സാക്ഷ്യമാക്കാനാണ് ഈശോ നമ്മളെ വിളിച്ചിരിക്കുന്നത്. സമറിയാക്കാരി സ്ത്രീ കുടം അവിടെ വെച്ചിട്ട് ആളുകളോട് പോയി പറഞ്ഞത് അതാണല്ലോ. അവളുടേത് സാക്ഷ്യമായിരുന്നു. എൻ്റെ കാര്യങ്ങളെല്ലാം, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുവിൻ. അവൾക്ക് അവളുടേതായി ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അവൾ ഈശോയ്ക്ക് സാക്ഷ്യം കൊടുക്കുകയായിരുന്നു. നമ്മുടെ ജീവിതവും മറ്റുള്ളവർക്ക് മുമ്പിൽ ഈശോയ്ക്ക് വേണ്ടിയുള്ള സാക്ഷ്യമായി മാറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങ് ഏറ്റെടുത്ത് നിയന്ത്രിക്കുകയും നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ആത്മീകവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതും ഞങ്ങളെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്നതും ഒഴിവാക്കി ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ വാക്കുകളും അങ്ങയുടെ സാക്ഷ്യപ്പെടുത്തലുകളായി മാറാൻ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ പ്രവർത്തനങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.